അപ്പോൾ നല്ല ചൂടോടുകൂടി വിളമ്പി പൊതിഞ്ഞ് കെട്ടി വെച്ച് നമ്മുടെ പൊതിച്ചോറ് 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ പൊതി ഇളക്കി കഴിക്കാൻ വേണ്ടി പോവാണ്ട്. പൊതി ഇളക്കിയപ്പോൾ തന്നെ കമന്ന് കിടക്കുമായിരുന്ന ആ ഒരു പൊതിച്ചോറിൻ്റെ മണം മൂക്കിലോട്ട് വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് പൊതിച്ചോറിൻ്റെ മണം ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതാ നമ്മുടെ കറികളെല്ലാം നല്ല രീതിയിൽ ആ ചോറിൻ്റെ കൂടെ ആയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു പൊതിച്ചോറ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും കെട്ടിയവനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ചോറും കറിയൊക്കെ വെച്ചത്. പക്ഷേ 1.5 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് കാരണം ആൾ നേരത്തെ ചോറ് വാങ്ങിച്ച് കഴിച്ചു. ക്ഷമയില്ലാത്ത മനുഷ്യൻ അല്ല. പിന്നെ ഇതെന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് പൊതിച്ചോറായതുകൊണ്ട് തന്നെ 1 അല്ല 2 അല്ല 3 പേരുടെ ചോറ് വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും എന്ന വാശിയോടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ ആദ്യത്തെ ഉരുള വായിലോട്ട് ഉരുട്ടി വെക്കുവാണ്. മുട്ട, കൊഞ്ച് തീയൽ, പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരൻ, മീൻ്റെ മുട്ട വെച്ചുണ്ടാക്കിയ തോരൻ. അപ്പോൾ ഇതെല്ലാം കൂടെ കുഴച്ച് ആദ്യത്തെ ഉരുള വായിൽ വെച്ചപ്പോഴത്തേനും ഒന്നും പറയാനില്ല. അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചേനെ. പക്ഷെ നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് കോവയ്ക്ക് ഉപ്പിലിട്ടത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം കോവയ്ക്ക ഉപ്പിലിട്ടതും സൂപ്പറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കയറി കാണാം. കൂടുതൽ ആ പച്ചമുളക് കൂടെ കടിച്ചപ്പോഴത്തേനും സെറ്റ്. ഇനിയിപ്പോൾ അടുത്ത ഉരുളിക്ക് നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് വെച്ച പുളിശ്ശേരി ഉണ്ട്. അതുകൂടെ ചേർത്തൊന്ന് കുഴച്ച് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം സെറ്റാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എനിക്ക് മുരിങ്ങയ്ക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. തൽക്കാലം ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഉറിഞ്ചിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കും. അവസാനം ചോറെല്ലാം കഴിച്ചതിന് ശേഷം ആ മുരിങ്ങയ്ക്ക നമ്മളിങ്ങനെ കടിച്ച് മാക്സിമം അതിൻ്റെ ജ്യൂസ് എടുത്ത് അങ്ങ് കളയാം. അപ്പം നിങ്ങളും അങ്ങനെ ആണെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് എവിടെ കണ്ട ചോറിരിക്കുന്ന കണ്ടോ അത് വായിലോട്ട് വെക്കുമ്പോഴത്തേക്കും വായിൽ കപ്പൽ ഓടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് കവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഞാൻ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കഴിച്ച് അവസാനം തുരുളിയിൽ ഇട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഫാസ്റ്റിനായിരുന്നു കഴിച്ചത്. എന്നും പറഞ്ഞ് എൻജോയ് ചെയ്യാതൊന്നും അല്ല കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാ കഴിച്ചത്. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ സ്ലോയിലിരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. കാരണം കുഞ്ഞുള്ള കാരണം എപ്പോഴാണ് അവൻ എണീക്കുന്നതെന്ന് അറിയത്തില്ല. അവനെ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വാഴയിലും പൊതിച്ചോറും ആയിട്ട് വന്നത്. അപ്പോൾ സംഭവം പൊളിയായിരുന്നു. ഭയങ്കര ഹെൽത്തി അല്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഇല തന്നെ കട്ട് ചെയ്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കറികളും ചോറെല്ലാം കൂടെ വെച്ച് പൊതിച്ചോറ് കിട്ടി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുന്നത്. ഇതിലും ഹെൽത്തി ആയിട്ടുള്ള സാധനം വേറെ എന്ത് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.